ഹലോ ഗൈസ്, വേൾഡ് ഓഫ് ട്രഡീഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് വാഗമണിലോട്ടൊരു യാത്ര പോവുകയാണ്. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് തന്നെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. വാഗമണിലേക്ക് പോകുന്ന വഴി ഇലവീഴ പൂഞ്ചിറ കയറിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഫസ്റ്റ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇലവീഴ പൂഞ്ചിറയാണ്. തൃശ്ശൂരിൽ നിന്ന് വാഗമണിലോട്ട് പോകുമ്പോൾ യാത്ര വരുന്നത് അങ്കമാലിയിൽ നിന്ന് തിരിഞ്ഞ് പെരുമ്പാവൂർ വഴി MC റോഡിലൂടെയാണ് യാത്ര. MC റോഡിൽ തൊടുപുഴയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് വേണം നമുക്ക് ഈ ഇലവീഴ പൂഞ്ചിറയിലോട്ട് പോകാൻ. തൊടുപുഴയിൽ നിന്ന് നേരെ കാഞ്ഞാർ വരെ പോയി കാഞ്ഞാറിൽ നിന്ന് തിരിഞ്ഞ് ഒരു 5 കിലോമീറ്ററോളം പോയാലാണ് ഇലവീഴ പൂഞ്ചിറ എത്തുക. ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കണ്ണുകൾക്ക് കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു ഇരുവശത്തും ഉണ്ടായിരുന്നത്. അതെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാഞ്ഞാറിൽ നിന്ന് ഇലവീഴ പൂഞ്ചിറയിലേക്ക് തിരിഞ്ഞ ശേഷമുള്ള കുറച്ച് ഭാഗത്ത് റോഡ് വളരെ മോശമായിരുന്നു. അതിനുശേഷം ഈ കാണുന്ന റോഡെല്ലാം വളരെ മനോഹരമായിട്ട് അവർ പണിത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല റോഡാണ്. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ഇലവീഴ പൂഞ്ചിറ എത്തിയിരിക്കുകയാണ്. ഇലവീഴ പൂഞ്ചിറ പറ്റി പറയുകയാണെങ്കിൽ, ഇലവീഴ പൂഞ്ചിറ എന്ന പേര് പറയുന്ന പോലെ തന്നെ അവിടെയുള്ളൊരു ചിറയിൽ ഇല വീഴില്ല. അതായത് അവിടെ ഇല വീണാലും അതിൻ്റെ 2 ഭാഗത്തുനിന്നും അതിശക്തമായ കാറ്റുള്ളതിനാൽ ചിറയിലേക്ക് ഇലകളൊന്നും വീഴില്ല. ആ ഒരു അർത്ഥത്തിലാണ് ആ പ്രദേശത്തിന് ഇലവീഴ പൂഞ്ചിറ എന്ന പേര് വന്നത്. ഒരു ചെറിയ ട്രക്കിങ്ങിനുള്ള എല്ലാ പോസിബിലിറ്റിയും ഈ ഇലവീഴ പൂഞ്ചിറ നൽകുന്നുണ്ട്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഹൈക്ക് ഉണ്ട് മുകളിലോട്ട്. അത് നമുക്ക് കാൽനടയായിട്ടും പോവാം, അല്ലാതെ അവിടെ ജീപ്പ് സർവീസസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജീപ്പ് സർവീസിന് അവർ ചാർജ് ചെയ്യുന്നത് 7 പേർക്ക്, ഒരു ജീപ്പിൽ 7 പേർക്ക് 1000 രൂപയാണ്. അവർ ടോപ്പ് പോയിൻ്റ്, പിന്നെ മുനിയറ, പിന്നെ ചിറ, അങ്ങനെ 2-3 സ്ഥലങ്ങളിൽ അവർ കൊണ്ടുപോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഞങ്ങളെല്ലാവരും നടന്നിട്ടാണ് ഈ ഇലവീഴ പൂഞ്ചിറ എക്സ്പ്ലോർ ചെയ്തത്. കുറച്ചധികം കയറ്റമുണ്ടെങ്കിലും ആ വ്യൂ പോയിൻറ്റ്സ് എല്ലാം വളരെ മനോഹരമായിരുന്നു. ഈ കാണുന്നത് നിങ്ങൾ ആ ജീപ്പ് സവാരി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ജീപ്പുകളാണ്. മുകളിൽ നിന്ന് ടോപ്പ് പോയിന്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ജീപ്പുകളാണ് ഈ കാണുന്നത്. ഒരു ചെറിയ പ്ലേസ് ആണെങ്കിൽ ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു വ്യൂ തന്നെയാണ് നമുക്ക് ഈ ഇലവീഴ പൂഞ്ചിറയിൽ നിന്ന് കിട്ടുന്നത്. എല്ലാവരും വന്ന് ഒരു പ്രാവശ്യമെങ്കിലും കണ്ടു പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത്. ക്ലൈമറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ എത്തിയത് അവിടെ ഒരു 12 മണി ആ ടൈമിലായിരുന്നു. ഉച്ചയ്ക്ക് 12 മണി ആ ടൈമിലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ ഇലവീഴ പൂഞ്ചിറയിലെ ചിറ എന്ന് പറയുന്നത്. മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിറ തന്നെയാണ്. കുറച്ച് നേരത്തെ ഹൈക്കിന് ശേഷം ഞങ്ങളിപ്പോൾ ടോപ്പ് പോയിന്റിലെത്തി. ഈ കാണുന്നത് അവിടുത്തെ പോലീസ് എയ്ഡ് പോസ്റ്റാണ്. പണ്ടത്തെ എയ്ഡ് പോസ്റ്റിന് പകരം പുതിയ എയ്ഡ് പോസ്റ്റാണ് ഈ കാണുന്നത്. അവിടേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. ഇതാണ് ഇപ്പോൾ അവിടെയുള്ള കറൻ്റ്ലി ഉള്ള എയ്ഡ് പോസ്റ്റ്. ഈ വീഡിയോ കാണുന്ന പോലെ വളരെ മനോഹരമായിരുന്നു മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളെല്ലാം. പ്രകൃതിയുടെ മനോഹാരിത തുളുമ്പുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു എല്ലാം. ഞങ്ങളത് നല്ലോണം ആസ്വദിച്ചു. ഈ കാണുന്നതാണ് നമ്മൾ ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയിൽ കണ്ടിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ്. അത് അവിടുത്തെ പണ്ടത്തെ എയ്ഡ് പോസ്റ്റാണ്. അതിപ്പോൾ യൂസൊന്നും ചെയ്യുന്നില്ല. ആകെ പൊളിഞ്ഞ് തകരാറായ രീതിയിലാണ് കിടക്കുന്നത്. അവിടെ നിന്ന് വരുന്ന സഞ്ചാരികളെല്ലാം ഫോട്ടോ എല്ലാം എടുത്തിരുന്നു. സൗബിൻ്റെ ആ ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമ തന്നെയാണ് ഈ ഒരു പ്രദേശത്തിന് ഇത്രയും ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കാരണമാക്കിയത്. ആ സിനിമയിലൂടെ നമുക്ക് പരിചിതമായ ആ പഴയ പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റും ലൈറ്റ്നിങ് അറസ്റ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്.
ടോപ്പ് പോയിന്റിൽ നിന്നുള്ള വ്യൂ ആ സിനിമയിൽ കാണുന്നതിനേക്കാളും മനോഹരമായിരുന്നു നേരിട്ട് കാണാനായിട്ട്. നമുക്ക് അവിടുത്തെ കുന്നുകളും മലകളും എല്ലാം വളരെ കണ്ണിന് കുളിർമയേകുന്നൊരു നല്ലൊരു അനുഭവം തന്നെയായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഇലവീഴ പൂഞ്ചിറയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതിയെ താഴോട്ട് ഇറങ്ങുകയാണ്. സോ ആ പോലീസ് സൈഡ് പോസ്റ്റിൻ്റെ മറ്റൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇലവീഴ പൂഞ്ചിറയെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ്, നല്ലൊരു അനുഭവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ റോഡുകളെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും വന്ന് കണ്ടു പോകാവുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ് ഇലവീഴ പൂഞ്ചിറ. സോ ഇലവീഴ പൂഞ്ചിറയ്ക്ക് ശേഷം ഞങ്ങൾ വാഗമണിലേക്ക് യാത്ര തുടരുകയാണ്. അങ്ങനെ ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷനായ വാഗമൺ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പല സിനിമകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാഗമണിലെ ഒരു മെയിൻ പോയിന്റ് തന്നെയാണ്, ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് ഈ ഒരു പ്രദേശം. സോ അങ്ങനെ ഞങ്ങൾ മെയിൻ വ്യൂ പോയിന്റിൽ കാണാനായിട്ട് ഇറങ്ങുകയാണ്. ഇലവീഴ പൂഞ്ചിറയിൽ നിന്ന് വാഗമണിലേക്കുള്ള യാത്ര നോക്കുകയാണെങ്കിൽ റോഡുകളെല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല റോഡുകളായിരുന്നു. ഈ ഒരു സ്പോട്ട് നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും. എസ്പെഷ്യലി എടുത്തു പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വരത്തൻ എന്ന മൂവിയിലെ ഒരു മെയിൻ സ്പോട്ടാണിത്. ആ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. പ്രകൃതിയുടെ വളരെ ഭംഗിയാർന്ന കാഴ്ചകൾ, മലകളും കുന്നുകളും അടങ്ങിയ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വ്യൂ പോയിൻ്റിലെ കാഴ്ചകൾ കണ്ട ശേഷം ഞങ്ങൾ റൂം ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത് പാലൊഴുകുംപാറയുടെ അടുത്തുള്ള ചൈതന്യ വെൽനസ് സെൻറ്ററിലാണ്. സോ അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് എത്തി. ഈ കാണുന്നതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ചൈതന്യ വെൽനസ് സെൻറ്റർ എന്ന് പറഞ്ഞ റിസോർട്ട്. റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ ലൊക്കേഷൻ ആൻഡ് ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു വൈബ് തന്നെയായിരുന്നു. സോ അവർ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ലൊക്കേഷൻ ആൻഡ് ആംബിയൻസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെല്ലാം പുറമെ അവിടെ കുട്ടികൾക്കുള്ളൊരു പ്ലേ ഏരിയയും അവർ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാമ്പ് ഫയറിനുള്ള ഒരു സെറ്റപ്പ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർ റൂമുകൾക്ക് പുറമെ ടെൻറ്റ് സ്റ്റേയും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ടെൻറ്റ് സ്റ്റേ. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ. വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു. പിന്നെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും അവിടെ ഉണ്ട്. താഴെ ഒഴുകുന്ന ഒരു പുഴ നമുക്ക് കാണാം. പിന്നെ അവിടെ ഒരു പാടി സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഏറുമാടം സെറ്റപ്പ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം വളരെ മനോഹരമായിരുന്നു കാണാനും ആസ്വദിക്കാനും. പിന്നെ പുഴയിൽ ഇറങ്ങിയിട്ടുള്ള കുളിയും വളരെ മനോഹരമായിട്ടുള്ള ഒന്നായിരുന്നു. ഞങ്ങൾ പുഴയിൽ പോയി കുളിച്ചിരുന്നു. പുഴ എന്ന് പറയാൻ പറ്റില്ല, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കൈവഴി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ അടുത്തുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ ഒരു അനുഭവം തന്നെയായിരുന്നു അതിലെ കുളിയും കളികളും. ഞങ്ങളത് വേണ്ടോളം ആസ്വദിച്ചിരുന്നു. അങ്ങനെ അവിടുത്തെ നൈറ്റ് സ്റ്റേക്ക് ശേഷം മോർണിംഗിലെ പുലർച്ചെ ഒരു 5:30-5:45 സമയത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഫുള്ള് കോടയായിരുന്നു, മഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാറ്റിലൂടെ വരുന്ന മഞ്ഞിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നേരത്തെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ അത് നല്ലപോലെ ആസ്വദിക്കാനും സാധിച്ചു. ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ക്ലൈമറ്റ് തന്നെയായിരുന്നു കാലത്ത് എണീറ്റപ്പോൾ കാണാൻ സാധിച്ചത്. ഫുൾ കോട മൂടി കിടക്കുകയായിരുന്നു നമ്മുടെ സ്റ്റേ ലൊക്കേഷനും എല്ലാ സ്ഥലവും. കിട്ടിയ സന്ദർഭം മുതലാക്കുന്ന പോലെ വളരെയധികം നേരം കോടയിൽ കിടന്ന് നടക്കാനും അവിടുത്തെ കാഴ്ചകൾ കാണാനും ഞങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു. നേരം പുലർന്നു വരുന്നേ ഉള്ളൂ. നേരം പുലർന്ന സമയത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇപ്പോഴും കോട വിട്ടു മാറിയിട്ടില്ല. എല്ലാ മലകളും മൊത്തം കോട പുതഞ്ഞു കിടക്കുകയാണ്. അത് വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. ആസ്വദിക്കാൻ പറ്റിയ ഒരു കാഴ്ച തന്നെയായിരുന്നു. ആ കോടമഞ്ഞിൽ പുതച്ചു കിടക്കുന്ന പ്രകൃതിയുടെ ഭംഗി കണ്ട് ആസ്വദിക്കേണ്ട ഒന്ന് തന്നെയായിരുന്നു. വളരെ മനോഹരമായൊരു അനുഭവം തന്നെയായിരുന്നു ആ കോടമഞ്ഞിൽ പ്രകൃതിയുടെ ഈ കാഴ്ച. സോ ഈ സമയം അവിടുത്തെ ഏറുമാടം, ആ പാടി സെറ്റപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ച് പാടിയിലോട്ട് കയറുന്നതാണ് ഈ കാണുന്നത്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പക്കം വളരെ നന്നായി തന്നെ അവർ ഈ ഏറുമാടം സെറ്റപ്പ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു വഴികളും കാര്യങ്ങളും എല്ലാം സ്റ്റെപ്പുകളെല്ലാം വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
വളരെ നല്ലൊരു എക്സ്പ്ലോറേഷൻ തന്നെയായിരുന്നു ഈ പാടിയിലുള്ള സെറ്റപ്പ്. സോ ആ ഏറുമാടത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. വളരെ കണ്ണിന് കുളിർമയേകാന്ന് അത്രയും മനോഹരമായിരുന്നു ആ മഞ്ഞിൽ പുതച്ച് നിൽക്കുന്ന ഫുൾ ഭൂപ്രദേശം കാണാനായിട്ട്. മലകളും മൊത്തം കാണാനായിട്ട് വളരെ വളരെ നല്ലൊരു കാഴ്ചാനുഭവം തന്നെയായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് വെച്ച് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ വ്യൂ തന്നെയായിരുന്നു ഈ കോടമഞ്ഞിൻ്റെ ഈ ദൃശ്യങ്ങൾ ഫ്രം ദ ടോപ്പ് ഓഫ് ദി പാടി. വളരെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു മനസ്സിനൊരു സന്തോഷവും മനസ്സ് നിറയിച്ച ഒരു കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ ഫൈനലി സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ ഒരു ദൃശ്യം തന്നെയായിരുന്നു സൂര്യൻ്റെ ഉദയം. പല സൂര്യോദയങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ മലയിൽ നിന്നുള്ള ഒരു സൂര്യോദയം ആദ്യമായിട്ടാണ് കാണുന്നത്. സൂര്യൻ്റെ ആ തീവ്രത, ജ്വലനത്തിൻ്റെ തീവ്രത എടുത്തു കാട്ടുന്ന ഒരു വ്യൂ തന്നെയായിരുന്നു അത്. സോ ഞങ്ങൾ ഒരു 8-8:30-9 മണിയോടെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഞങ്ങളുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റായ പാലൊഴുകുംപാറയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് പാലൊഴുകുംപാറ എന്ന് പറയുന്ന വ്യൂ പോയിൻ്റ്. ഇവിടെ അധികം സഞ്ചാരികളൊന്നും ഉണ്ടായിരുന്നില്ല, കാലത്തായതുകൊണ്ടായിരിക്കാം. പിന്നെ നമുക്ക് അടുത്തോട്ട് പ്രവേശനമില്ല, വളരെ അകലെ നിന്നുള്ളൊരു വ്യൂ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ തന്നെയായിരുന്നു ഈ പാലൊഴുകുംപാറയുടെ. ആ പാറകളിൽ നിന്ന് പാല് പോലെ ഒഴുകി വരുന്ന വെള്ളം നിങ്ങൾക്ക് കാണാം. വളരെ മനോഹരമായിട്ടുള്ള വ്യൂ തന്നെയായിരുന്നു. നല്ലൊരു വ്യൂ പോയിൻ്റാണ്, എല്ലാവർക്കും പോയി എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. പാലൊഴുകുംപാറയിലെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഞങ്ങൾ വാഗമണിലെ മെയിൻ അട്രാക്ഷനായ ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ് പോയത്. സോ ഈ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വിദൂരമായ ദൃശ്യം. സോ അവിടുത്തെ ഒരു ടവറിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. സോ വാഗമണിലെ മെയിൻ വ്യൂ എന്ന് പറയുന്നത് അവിടെ ഈ കാണുന്ന ഈ ദൃശ്യഭംഗി തന്നെയാണ്. പ്രകൃതികളുടെയും മലനിരകളുടെയും ദൃശ്യഭംഗിയാണ്. നിങ്ങൾക്ക് എവിടെ പോയാലും അത് വളരെയധികം ആസ്വദിക്കാൻ കഴിയും. അത് നേരിട്ട് വന്ന് കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഗ്ലാസ് ബ്രിഡ്ജിനെ കൂടാതെ അവിടെ പലതരം അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് കാണുന്ന ജയൻറ്റ് സ്വിങ് ആണ്, പിന്നെ സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ ഒരു ബഞ്ച് ജമ്പിങ് ഉണ്ട്, അങ്ങനെ പിന്നെ സിപ്പ് സൈക്ലിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്രധാന ഒരു അട്രാക്ഷൻ പോയിന്റ് തന്നെയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ സ്ഥലം. ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് അവിടുത്തെ സ്കൈ സൈക്ലിങ്ങിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജാണ്. അവരെങ്ങനെയാണ് സ്കൈ സൈക്ലിംഗ് നടത്തുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. സ്കൈ സൈക്ലിങ്ങിന് പുറമെ അവിടെ സ്കൈ റോളർ ഉണ്ട്, പിന്നെ റോക്കറ്റ് ഇഞ്ചക്ടർ ഉണ്ട്, സ്കൈ സ്വിങ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി. സോ ഗ്ലാസ് ബ്രിഡ്ജിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് പൈൻ വാലിയിലേക്കോട്ടാണ്. പൈൻ വാലിയിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു പൈൻ വാലി. പ്രത്യേകിച്ച് സൺഡേ ആയതിനാൽ ടൂറിസ്റ്റുകളുടെ ഒരു ജനസാഗരം തന്നെയായിരുന്നു പൈൻ വാലിയിൽ കാണാൻ സാധിച്ചത്. ഞങ്ങളിവിടെ കുറേ നേരം ചിലവഴിച്ചു, കുറേയധികം ഫോട്ടോസ് എടുത്തു, എല്ലാവരുമായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടുന്ന് യാത്ര തിരിച്ചത്. പൈൻ മരങ്ങളെ കൊണ്ട് നിറഞ്ഞതിനാൽ വളരെയധികം നല്ലൊരു കാലാവസ്ഥ തന്നെയായിരുന്നു പൈൻ വാലിയിൽ ആസ്വദിക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോയത്. കുറേയധികം ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിരുന്നു. വളരെ നല്ലൊരു അനുഭവം തന്നെയായിട്ടാണ് ഈ പൈൻ വാലിയിലെ കാഴ്ചകളെല്ലാം തോന്നിയത്. കൂടാതെ പൈൻ വാലിയുടെ പുറത്തുനിന്നുള്ള കുറച്ച് ഷോപ്പിങ്ങും നടത്തിയിരുന്നു. അവിടെ അത്യാവശ്യം ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ വാഗമണിൽ നിന്ന് കുറച്ച് ഷോപ്പിങ്ങും പൈൻ വാലിയിൽ നിന്ന് നടത്തിയിരുന്നു. പൈൻ വാലിയിലെ കാഴ്ച കണ്ട ശേഷം ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ നേരെ പോയത് തങ്ങൾപ്പാറയിലോട്ടാണ്. വാഗമണിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ പോയിൻ്റാണ് ഈ തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. വാഗമണിലെ ടൂറിസ്റ്റ് പോയിന്റുകളെ പറ്റി പറയുമ്പോൾ കുറച്ചധികം നടക്കാനുള്ള സ്ഥലങ്ങളാണ് കൂടുതലും. സോ ഈ ഒരു തങ്ങൾപ്പാറയെ പറ്റി പറയുമ്പോൾ നമുക്ക് നല്ലൊരു ഹൈക്ക് തന്നെയുണ്ട്. ഈ കാണുന്ന പോലെ പാറകളുടെ മുകളിലൂടെയുള്ള ഹൈക്കാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. സോ ഈ വീഡിയോ കാണുന്ന പോലുള്ള ഈ ചെങ്കുത്തായ മലനിരകളെല്ലാം കയറിയിട്ട് വേണം ടോപ്പ് ഓഫ് ദ വ്യൂവിൽ എത്താനായിട്ട്. അങ്ങനെ ആ മലനിരകളെല്ലാം കയറിയ ശേഷമുള്ള ടോപ്പ് മോസ്റ്റ് വ്യൂ പോയിന്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വ്യൂ തന്നെയായിരുന്നു. ഒരിക്കലും മിസ് ചെയ്യാൻ പാടാത്തൊരു വ്യൂ പോയിന്റ് തന്നെയാണ് ഈ തങ്ങൾപ്പാറയുടെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. വാഗമൺ വിസിറ്റ് എടുത്തു കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ തങ്ങൾപ്പാറയുടെ ടോപ്പ് വ്യൂ തന്നെയാണ്.
ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. നല്ല തണുത്ത കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് മൊട്ടക്കുന്നിലോട്ടാണ്. സോ മൊട്ടക്കുന്നിൻ്റെ എൻട്രൻസിലുള്ളതാണ് ഈ കാണുന്നത്. ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് 25 രൂപയാണ്. ഏകദേശം ഒരു 4 മണിയോടെയാണ് ഞങ്ങൾ ഈ മൊട്ടക്കുന്നിൽ എത്തിയത്. സോ ഈ മെഡോസിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് മൊട്ടക്കുന്നുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റീസും കുറേ അവിടെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. കയാക്കിംഗ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഓരോരോ മൊട്ടക്കുന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുമായിരുന്നു. അതിലോട്ടുള്ള വഴികളും വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. സോ ഒരു മൊട്ടക്കുന്നിലേക്കുള്ള എക്സ്പ്ലോറേഷൻ്റെ പാതയാണ് ഈ കാണുന്നത്. നമ്മൾ ശരിക്കും ഒരു ട്രെക്കിംഗ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഫീൽ തന്നെയായിരുന്നു ആ ഹൈക്കിംഗ്. മലകളും വഴികളും ഇടുങ്ങിയ വഴികളും കാനനരുവികളും എല്ലാം കൊണ്ട് നിറഞ്ഞതായിരുന്നു ആ ഒരു വഴി എന്ന് പറയുന്നത്. നല്ലൊരു ട്രെക്കിംഗ് അനുഭവം തന്നെയായിരുന്നു ഈ മൊട്ടക്കുന്നിൽ നമുക്ക് സമ്മാനിച്ചത്. നമ്മളത് ശരിക്കും എക്സ്പ്ലോർ ചെയ്ത് ആസ്വദിക്കുകയും ചെയ്തിരുന്നു. ഓരോ മൊട്ടക്കുന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോഴും അതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ ഡിഫറെൻ്റ് ആയിരുന്നു. ഓരോ മൊട്ടക്കുന്നിൽ നിന്ന് നോക്കുമ്പോഴും പലതരം കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കുറേ അധികം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ഓരോരുത്തരും ഓരോരുത്തരായ ആസ്വാദന രീതികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. സോ ഈ കാണുന്നതാണ് അവിടുത്തെ സിപ്പ് ലൈനിൻ്റെ ദൃശ്യങ്ങൾ. സോ അങ്ങനെ സിപ്പ് ലൈനെല്ലാം എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം ഞങ്ങൾ കയാക്കിങ്ങിൻ്റെ ഏരിയയിലോട്ട് നീങ്ങുകയാണ്. കയാക്കിങ്ങും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ. സോ കയാക്കിങ്ങിൽ ഇവിടെ 2 പേർക്ക് പോകുന്ന കയാക്കുണ്ട്, സിംഗിളായിട്ട് പോകുന്ന കയാക്കുണ്ട്, പിന്നെ റോവിങ് ബോട്ട്സ് ഉണ്ട്. സിംഗിൾ കയാക്കിങ്ങിന് 150 ആൻഡ് 2 പേർക്ക് പോകുന്നതിന് 250 ആൻഡ് റോവിങ് ബോട്ടിന് 500 അങ്ങനെയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ആളുകൾ വരുന്നുണ്ട്. ഓരോരുത്തരും അവരുടേതായ എൻ്റർടൈൻമെൻറ്റ് രീതികളിൽ മുഴുകിയിരിക്കുകയാണ്. സോ അവിടെ കാണാൻ സാധിച്ച ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പട്ടം പറത്തലാണ് ഈ കാണുന്നത്. സോ ഓരോ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളും ഡിഫറെൻ്റ് ആയിരുന്നു. ചില ആൾക്കാർ റീൽസ് എടുക്കുന്നുണ്ടായിരുന്നു, ചിലർ റീൽസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു, ചിലർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അവരുടേതായ ആസ്വാദന രീതിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. സോ നല്ലൊരു അനുഭവം തന്നെയായിട്ടാണ് ഈ മൊട്ടക്കുന്നും എനിക്ക് തോന്നിയത്. അങ്ങനെ മൊട്ടക്കുന്നിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങളൊരു 5 മണിയോടെ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. ഇനിയിപ്പോൾ ഒരു ചായ കുടിച്ച് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. സോ അങ്ങനെ ഞങ്ങളുടെ വാഗമൺ ട്രിപ്പ്, 2 ദിവസത്തെ വാഗമൺ ട്രിപ്പ് ഇതോടെ അവസാനിക്കുകയാണ്. നല്ലൊരു അനുഭവം തന്നെയായിട്ടാണ് ഈ ട്രിപ്പ് ഞങ്ങൾക്ക് തോന്നിയത്. സോ എല്ലാവർക്കും വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് വാഗമൺ. സോ വാഗമൺ ട്രിപ്പിൻ്റെ വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.